हरे कृष्ण। संजय उवाच दृष्टा तो पाण्डवानीकं व्यूढं दुर्योधनस्तथा आचार्यमुपसङ्गम्य राजा वचनमव्रतेत्। ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ജനനം മുതൽക്കേ അന്ധനായിരുന്നു ധൃതരാഷ്ട്രർ. നിർഭാഗ്യവശാൽ ആധ്യാത്മിക വീക്ഷണവും അദ്ദേഹത്തിനില്ല. ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളും അത്ര തന്നെ അന്ധരാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ജനനം മുതൽക്കേ ധർമ്മനിഷ്ഠരായിരുന്ന പാണ്ഡവപുത്രരുമായി പൊരുത്തപ്പെടാൻ അവർക്കൊരിക്കലും സാധ്യമല്ലെന്നും അറിയാം. എങ്കിലും ഈ പവിത്രമായ സ്ഥലത്തിൻ്റെ സ്വാധീന ശക്തിയെപ്പറ്റി അദ്ദേഹത്തിന് സംശയമുണ്ട്. ഇങ്ങനെ യുദ്ധരംഗത്തെ സ്ഥിതിയെപ്പറ്റി ചോദിച്ചതിൻ്റെ ഉദ്ദേശ്യം സഞ്ജയൻ മനസ്സിലാക്കുകയും ചെയ്തു. തീർത്ഥസ്ഥലത്തിൻ്റെ സ്വാധീന ശക്തിക്ക് അധീനരായി ദുര്യോധനാദികൾ യാതൊരു ഒത്തുതീർപ്പിനും ഒരുങ്ങാനിടയില്ലെന്ന് വിഷാദഗ്രസ്തനായ രാജാവിനെ ധൈര്യപ്പെടുത്താനായി സഞ്ജയൻ പറയുന്നു. ദുര്യോധനൻ പാണ്ഡവരുടെ സേനാവ്യൂഹം കണ്ട ശേഷം ദുര്യോധനൻ തൻ്റെ ആചാര്യനായ ദ്രോണരുടെ അരികിൽ സത്യസ്ഥിതി അറിയിക്കാനായി ചെല്ലുന്നു. രാജാവാണെങ്കിൽ കൂടി ദുര്യോധനന് കാര്യഗൗരവം മൂലം ദ്രോണാചാര്യനെ ചെന്നു കാണേണ്ടി വന്നു. രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. പക്ഷേ പാണ്ഡവരുടെ സൈന്യഫലം കണ്ടപ്പോൾ തനിക്കുണ്ടായ ഭയത്തെ തന്ത്രപരമായി ഈ പുകമറ കൊണ്ട് മൂടിവെക്കാൻ ദുര്യോധനന് കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ.